പൗലോ സാറിൻ്റെ പൂമ്പാറ്റകൾ. എഴുതിയത് ശ്രീ സതീഷ് മാക്കോത്ത്. വായിക്കുന്നത് സജിമോൻ. പ്രകാശന ചടങ്ങ് കഴിഞ്ഞതും മനസ സ്മരാമിയിലെ ആദ്യ കഥ വായിക്കാനായി അനിൽ പ്രകാശ് വേദിയിലെത്തി. മാത്യു സാറും സഹീറും അപ്പോൾ വേദിയിലിരിപ്പുണ്ടായിരുന്നു. പറന്നു പൊങ്ങുന്ന പൂമ്പാറ്റയെപ്പോലെ വർണ്ണങ്ങൾ വിതറി അനിൽ പ്രകാശ് കഥ വായിച്ചു. കഥയുടെ കഥയിലേക്ക് പൂമ്പാറ്റ കഥ മാറുമെന്ന് ആരും അന്നേരം കരുതിയിരുന്നില്ല. അടുക്കളയിൽ ചോറ്റുപാത്രം തുണി കൊണ്ട് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കാദംബരി അമ്മ പൗലോ സാറിൻ്റെ ഫോൺ ബട്ടർഫ്ലൈ പാട്ട് തുടങ്ങിയത് കേട്ട് ലിവിംഗ് റൂമിലേക്ക് ഓടി വന്ന് ഫോണിലേക്ക് മുഖം താഴ്ത്തി. ആശിച്ചോർത്ത് വന്ന എന്തോ ഒന്ന് നഷ്ടമായെന്നോണം ഫോണിൽ നിന്നും മുഖം കുടഞ്ഞെടുത്ത് കാദംബരി അമ്മ പറഞ്ഞു, ഞാൻ വിചാരിച്ചു മോനാണെന്ന്. ഇത് ഒരു ബഷീറ. റിട്ടയറായി നമ്മൾ പോരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ബഷീറായിരിക്കാം അത്. എന്തിനാണാവോ അവൻ ഇപ്പോൾ വിളിച്ചത്. നനഞ്ഞ ഒറ്റത്തോർത്തുമുണ്ടുമെടുത്ത് പൗലോ സാർ അപ്പോൾ ബാത്റൂമിൽ നിന്നും പുറത്തേക്കു ചാടി. സമയം ഒത്തിരി ആയി എന്നും പറഞ്ഞ് പൗലോ സാർ നിന്ന നിൽപ്പിൽ 2 ഇഡലി ചമ്മന്തി കൂട്ടാതെ കഴിച്ചു. തേച്ച് വടിവൊത്ത് വെച്ചിരുന്ന ഷർട്ടും പാൻസും എടുത്തിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. നെറുകം തലയിൽ പോകാതെ അവശേഷിച്ചിരുന്ന 1-2 വെള്ളിനൂലുകൾ വശത്തേക്ക് ഒതുക്കി വെച്ചു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞും ആ പിള്ളേരൊക്കെ നമ്മളെ ഓർക്കുന്നുവോ? ചോറ്റുപാത്രം ഓഫീസ് ബാഗിലേക്കാക്കി മേശമേൽ വെച്ച് കാദംബരി അമ്മ അടുക്കളയിലേക്ക് പോയി. പൗലോ സാർ ബാഗുമെടുത്ത് മുൻവാതിലിലൂടെ പുറത്തേക്കിറങ്ങി വീടിൻ്റെ പുറകിലേക്ക് നടന്ന് ടെറസിലേക്ക് സ്റ്റെപ്പ് കയറി. ഏകദേശം അതേ സമയത്ത് തന്നെയാണ് മനസ സ്മരാമിയുടെ പ്രിൻറ്റിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ തിരക്കാനായി അർജുൻ ദേവസ്യ എറണാകുളത്തേക്ക് പുറപ്പെടുവാൻ തയ്യാറാവുന്നതും ബാംഗ്ലൂരുള്ള കൃഷ്ണൻ്റെ വിളി വന്നതും. അർജുൻ, ഞാനിന്ന് എറണാകുളത്തിന് വരുന്നുണ്ട്, കാണാൻ പറ്റുമോ? പ്രസ്സിലേക്ക് കൂട്ടിന് ഒരാൾ കൂടി ഉണ്ടായാൽ നന്നായിരിക്കുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. എപ്പോഴെത്തും നീ? ഒരു കല്യാണത്തിന് വരുന്നതാണ്, അത് കഴിഞ്ഞ് ഒരു 3 മണി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉച്ച കഴിഞ്ഞ് തിരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രസ്സിലേക്ക് പോവുകയും ചെയ്യാം. കുണ്ടന്നൂർ ഇറങ്ങി പാലത്തിൻ്റെ കീഴെ കൃഷ്ണനെയും കാത്ത് അർജുൻ ദേവസി നിന്നു. നിന്നും അടുത്തപ്പോൾ റോഡിൻ്റെ വശത്തൂടെയുള്ള കാനയുടെ മുകളിലെ കോൺക്രീറ്റ് സ്ലാബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലസമായി നടന്നു. അടുത്തുള്ള ഫിനാൻസ് കമ്പനിയുടെ ബോർഡ് കണ്ടതും കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ ഏതു കോണിലും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു. റോഡിന് നടുക്ക് വന്നു നിന്ന ഹോണ്ട സിറ്റിയിൽ നിന്നും ഒരു കഷണ്ടിത്തല അപ്പോൾ അർജുൻ ദേവസിക്കു നേരെ നീണ്ടു. 30 വർഷങ്ങൾ കൃഷ്ണൻ്റെ തലയിലെ മുടിയൊക്കെ പറിച്ചു കളഞ്ഞോ? ഫോൺ എടുത്ത് കൃഷ്ണൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. സംശയം തെറ്റിയില്ല. ആ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ ഇനിയെങ്കിലും ഒന്ന് മാറ്റി ശരിക്കുമുള്ള കോലം ഇട്ടുകൂടെ നിനക്ക്? തലയിൽ നിറയെ മുടിയൊക്കെയുള്ള പടം കാണുന്നത് ഒരു സുഖമല്ലേടാ. പണ്ട് ടൂറിനായി കോവളത്ത് പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണത്. പുലർകാല കോഴികൂവൽ പോലെ റോട്ടിൽ നിന്നും ഹോണടിയുടെ ബഹളം വണ്ടികളിൽ നിന്നും വണ്ടികളിലേക്ക് സംക്രമിച്ചു. തടിയനായ ഒരാൾ ചെകിടടപ്പിക്കുന്ന പുലഭ്യവും പറഞ്ഞ് കാർ നിർത്തി റോഡിലേക്കിറങ്ങി. രാഷ്ട്രീയക്കാരുടെ റാലി പോലെ വാഹനങ്ങളുടെ നീണ്ട നിര റോഡിലുണ്ടായി. അബദ്ധം മനസ്സിലാക്കിയ കൃഷ്ണൻ റോഡിൻ്റെ ഒരു വശത്തേക്ക് കാർ ഒതുക്കി പുറത്തിറങ്ങി. തടിയൻ എന്തൊക്കെയോ പുലമ്പി അയാളുടെ വണ്ടിയിൽ കയറി. എത്ര ദൂരമുണ്ട് പ്രസ്സിലേക്ക്? കൃഷ്ണൻ ചോദിച്ചു. ഇവിടുന്ന് കഷ്ടിച്ച് 5 മിനിറ്റാണ് പ്രസ്സുകാരൻ പറഞ്ഞത്. ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ വലത്തോട്ട് തിരിയണം. എങ്കിൽ പിന്നെ ഒരു ചായ കഴിഞ്ഞിട്ടാവാം. ഒരു പരിപ്പുവട അല്ലെങ്കിൽ സുഖിയൻ കൂടെ ആവാം. എന്താ? ദീർഘകാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന എല്ലാ സൗഹൃദങ്ങളെയും പോലെ പരിപ്പുവടയുടെ പൈസ കൊടുക്കുവാൻ ചെറിയൊരു തർക്കവും പിടിവലിയുമുണ്ടായി. അത്തരം സന്ദർഭങ്ങൾ എത്രയോ കണ്ടു പരിചയിച്ച പോലെ ചായക്കടക്കാരൻ തൻ്റെ ചിരി
ചായയിലേക്കിട്ടടിച്ചു. പ്രസ്സിലേക്കുള്ള യാത്രക്കിടയിൽ കൃഷ്ണൻ ചോദിച്ചു, പൗലോ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ നീ? ഇവിടെ അടുത്തല്ലേ അത്? ഇല്ല, ബഷീർ പോകുന്നുണ്ട്. വൈകിട്ട് അവനെ ഞാൻ ലുലുവിൽ വെച്ച് കാണും. എനിക്ക് ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ കൂടെ വരാമായിരുന്നു. ഒരേ വഴിയിലൂടെ കാർ പലതവണ ചുറ്റി. കൃഷ്ണൻ പറഞ്ഞു, ഗൂഗിൾ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. ഇവിടെ അടുത്ത് തന്നെയല്ലേ പ്രസ്? തൽക്കാലം വണ്ടി ഇവിടെയിട്ട് നമുക്ക് നടക്കാം. പ്രസുടമ ഫോണിലൂടെ പറഞ്ഞതനുസരിച്ച് അസറ്റ് ഹോംസിൻ്റെ അരുകുപറ്റി നടന്നു. വലിയൊരു കോമ്പൗണ്ടിന് മുന്നിലാണ് എത്തിയത്. നല്ല പ്രൊഫഷണൽ സെറ്റപ്പാണല്ലോ. പൈസ ഇത്തിരി കൂടിയാലും ഇവിടെ തന്നെ പ്രിൻറ്റിങ് ചെയ്താൽ മതി, കൃഷ്ണൻ പറഞ്ഞു. കണ്ടൻറ്റും ലേഔട്ടും തയ്യാറാക്കി കൊടുത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ സുവനിയർ പ്രിൻ്റ് ചെയ്ത് കിട്ടുമെന്ന വിവരം അർജുൻ ദേവസിക്കും ആശ്വാസകരമായി. മടങ്ങുന്ന വഴി അർജുൻ മെട്രോ സ്റ്റേഷന് മുന്നിലിറങ്ങി. അന്നേരം ബഷീർ പൗലോസിൻ്റെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി വാതിൽ തുറക്കപ്പെടാനായി കാത്തു നിൽക്കുമ്പോൾ സമയം കഴിഞ്ഞോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാനായി ബഷീർ വാച്ചിലേക്ക് നോക്കി. കാദംബരി അമ്മ വാതിൽ തുറന്നു. മുടിയിലങ്ങിങ്ങായി നര കയറിത്തുടങ്ങിയിട്ടുണ്ട്. മൂക്കിന് മുകളിൽ കണ്ണുമറച്ചുകൊണ്ട് ഒരു വട്ടക്കണ്ണട സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതല്ലാതെ ആ മുഖത്തിന് അന്നത്തേതിൽ നിന്നും പറയത്തക്ക മാറ്റമില്ല. ആരാ? ബഷീറ. പ്രായമൊക്കെ ആയില്ലേ മോനെ? പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. രാവിലെ വിളിച്ചിരുന്നു അല്ലേ? സാറ് ബാത്റൂമിലായിരുന്നു. ഓടി വന്നപ്പോഴത്തേക്കും ഫോൺ കട്ടായിപ്പോയി. ഞാൻ സാറിനെ പിന്നെയും വിളിച്ചിരുന്നു. ജോലിയിലാണ്, 5:30 കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. സാരിത്തുമ്പ് അരക്കി വലിച്ചു ചുറ്റി താടിയിൽ വിരൽ താങ്ങി കാദംബരിയമ്മ ബഷീറിനെ നോക്കി. സായന്തന സൂര്യൻ്റെ ഇളം വെയിൽ അവരുടെ ചുമപ്പ് മൂക്കുത്തിയിൽ തട്ടിത്തിളങ്ങി. റിട്ടയറായി ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഞങ്ങളാണ് ചെടികളെല്ലാം വണ്ടിയിലാക്കി കൂടെ വന്നത്. രാവിലെ സാറും അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല മോനെ. പക്ഷേ സാറിനെല്ലാം നല്ല ഓർമ്മയാണ്. മോൻ അകത്തോട്ട് കയറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. ചായ ഗ്ലാസിൻ്റെ ചൂട് കൈവെള്ളയിലേക്കെടുത്ത് ബഷീർ ചോദിച്ചു, സാറിപ്പോഴും പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? കൊച്ചുകുട്ടിയെപ്പോലെ തല 2 വശത്തേക്കും ചരിച്ച് കൈകൾ രണ്ടും നൃത്ത മുദ്രയിലെന്നോണമാക്കി കാദംബരിയമ്മ ഹൃദ്യമായി ചിരിച്ചു. ബഷീർ വാച്ചിലേക്ക് നോക്കി. മോന് പോവാൻ ധൃതിയുണ്ടോ? 8 മണിയോടെ അർജുൻ ദേവസിയെ കാണണം, അത്രയേ ഉള്ളൂ. വേറെ തിരക്കൊന്നുമില്ല. ഒരു പണി ചെയ്യേ, മോൻ മുകളിലോട്ട് ചെല്ല്, സാർ ടെറസിലുണ്ട്. എടാ ബഷീറെ, നീ വന്നിട്ട് ഒത്തിരി സമയമായോടാ എന്നും ചോദിച്ച് പൗലോ സാർ അപ്പോൾ അകത്തേക്ക് കയറി. ബഷീർ അഹമ്മദ് തലകുനിച്ച് മുതുകു വളച്ചു. അനുഗ്രഹിച്ചാലും. എടാ ചെറുക്ക, നിനക്ക് 19 വയസ്സായി കാണില്ലേ? പണ്ടത്തെ പോലെ ഇടി കൊള്ളാനുള്ള ത്രാണി ഉണ്ടോ? പൗലോ സാറിൻ്റെ ചിരിയുടെ കൂടെ ബഷീറിൻ്റെ മുതുകിൽ വീണ ഇടിയുടെ ശബ്ദം ചുമരിൽ തട്ടി തിരിച്ചു വന്നു. എങ്ങനെയുണ്ട് സാറേ റിട്ടയർമെൻറ്റ് ജീവിതം? കാദംബരി അമ്മയാണ് മറുപടി പറഞ്ഞത്. എൻ്റെ മോനെ, ഒന്നും പറയണ്ട. പണ്ട് ഓഫീസിൽ പോയിരുന്നത് പോലെ തന്നെയാ ഇപ്പോഴും. രാവിലെ ചോറ്റുപാത്രവുമായിട്ട് മുകളിൽ പോയാൽ പിന്നെ ദേ ഇപ്പോഴാ വരണത്. ഓർക്കിഡ് കൃഷി ഇപ്പോഴുമുണ്ടോ? പേരിന് ഓർക്കിഡ് കൃഷി, പക്ഷേ ഒറ്റ പൈസ അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചെടിയെല്ലാം പുഴുതിന്ന് നശിച്ചു. രാവിലെ നിന്ന് വൈകിട്ട് വരെ അവിടെ എന്ത് പണിയെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. കാദംബരി അമ്മയുടെ കവിളിൽ നുള്ളി പൗലോ സാർ ബഷീറിൻ്റെ കൈ പിടിച്ചു. ഒരു രഹസ്യം പറയട്ടെ? പൗലോ സാർ വീടിന് വെളിയിലേക്കിറങ്ങി. അവൾ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട. ഞാൻ പൂമ്പാറ്റകളെയാണ് വളർത്തുന്നത്. വർണ്ണങ്ങൾ വാരി വിതറി ലോകത്തെ മനോഹരമാക്കുന്ന പൂമ്പാറ്റകളെ. അനിൽ പ്രകാശ് തുടരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണയിലെ ഒരു കുറിപ്പ് ഓർത്തുപോകുന്നു. നാടുവിട്ട് തിരുവനന്തപുരത്തെത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബിഷപ്പിൻ്റെ വിലയറിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കയ്യിൽ കാശില്ലാതെ മെഡിക്കൽ കോളേജിൽ ചോര വിൽക്കാൻ നിൽക്കുമ്പോഴാണ് കൃഷ്ണൻകുട്ടിയെ കാണുന്നത്. പെങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ചോര വിൽക്കാനായി വന്നതാണ് കൃഷ്ണൻകുട്ടി.
ഒരു കുപ്പി ചോരയ്ക്ക് 16 രൂപ വീതം കിട്ടി ഇരുവർക്കും. പക്ഷേ മരുന്നിന് 27 രൂപ. കൃഷ്ണൻകുട്ടി ചുള്ളിക്കാടിനെ നോക്കി. മരുന്നിനുള്ള ബാക്കി പൈസ ചുള്ളിക്കാട് നൽകി. കൃഷ്ണൻകുട്ടി പറഞ്ഞു, അമ്മ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല. മിച്ചമുള്ള പൈസ കൊണ്ട് അമ്മയ്ക്ക് ദോശയും വാങ്ങി ഇരുവരും കൂടി ആശുപത്രിയിലെത്തി. ആശുപത്രിയിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ ചുള്ളിക്കാടിൻ്റെ കൈ പിടിച്ച് കൃഷ്ണൻകുട്ടി പറഞ്ഞു, ഈ കടം വീട്ടാൻ സാധിക്കില്ല, നിനക്ക് ദൈവം തരും. കടപ്പാടുകളുടെ കണക്കു പുസ്തകത്തിൽ കുറിച്ചിട്ട എത്രയെത്ര കാര്യങ്ങൾ നമുക്കോരോരുത്തർക്കുമുണ്ട്. കൊടുത്തു തീർക്കാൻ പറ്റാത്ത കടങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്നും കൂടെയുള്ളത്. അവസാന വർഷ പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന എൻ്റെ ജ്യേഷ്ഠൻ സൈനിക സേവനത്തിനിടയിൽ മരണമടയുന്നത്. മൂടൽ മഞ്ഞുപോലെ അവ്യക്തമായിരുന്നു മുന്നോട്ടുള്ള ജീവിതം. അന്ന് ദൈവദൂതനെ പോലെ മാത്യു സാർ വീട്ടിൽ വന്നു. എന്നെ കോളേജിനടുത്തുള്ള ഒരു ലോഡ്ജിൽ പരീക്ഷ കഴിയുന്നതുവരെ താമസിക്കാൻ ഏർപ്പാടാക്കി മടങ്ങാൻ നേരം സാർ ചോദിച്ചു, നിൻ്റെ കയ്യിൽ പണം എന്തെങ്കിലുമുണ്ടോ? ഉരുണ്ടുകൂടിയ ഒരു തുള്ളിക്കണ്ണീർ താഴോട്ട് വീഴാതെ നിന്നു. ഞാൻ മുഖമുയർത്തിയില്ല. 50 രൂപയുടെ ഒരു നോട്ട് എൻ്റെ നേർക്ക് നീട്ടിയിട്ട് സാർ പറഞ്ഞു, നീ ഇത് എനിക്ക് തിരിച്ചു തരണ്ട. എന്നെങ്കിലും സഹായം ആവശ്യമുള്ളവർ വരികയാണെങ്കിൽ ഇത് അവർക്ക് നൽകുക. ഇന്നും ആ 50 രൂപയ്ക്ക് പകരം വയ്ക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എടാ ചെറുക്ക, നീ ഇങ്ങ് വന്നേ. സീറ്റിൽ നിന്നും എണീറ്റ് മാത്യു സാർ അനിൽ പ്രകാശിനെ വിളിച്ചു. 30 വർഷങ്ങൾ പിന്നിലേക്ക് മാറിമറിഞ്ഞു. അനിൽ പ്രകാശ് മുതുകു വളച്ച് കുനിഞ്ഞു നിന്നു. ശക്തമായ 3 ഇടി അനിലിൻ്റെ മുതുകിൽ വീണു. അന്നേരം മാത്യു സാറിൻ്റെ ഫോൺ റിങ് ചെയ്തു. സാർ ഫോൺ എടുത്തു. ലതേ, എനിക്ക് ചുറ്റും ഇപ്പോൾ നിറയെ പൂമ്പാറ്റകളാണ്, പല നിറത്തിലും വലിപ്പത്തിലുമുള്ളവ.